3.25 കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 3.25 കോടി അപ്പോയിന്റ്മെന്റ് ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചത്. പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. പത്രം വായിക്കണം. ശരി, ആ ചോദിച്ച ചോദ്യം ദേശാഭിമാനി മാത്രം വായിച്ച പോരാ. ആ ചേച്ചി ചോദിച്ച ചോദ്യം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ആദ്യം ഉയർത്തിയത് ടോം ബഡക്കറാണ്. അദ്ദേഹം തെറ്റിതിരുത്തി ഇന്ന് ബിജെപിയിലാണ്. ടോം ബഡക്കർ ഇന്ന് ബിജെപിയിലാണ്. ഏറ്റവും ആദ്യം ചർച്ചയിൽ ആ വിഷയം ഉന്നയിച്ചത് ടോം ബഡക്കറാണ്. എനിക്ക് തെറ്റുപറ്റിയതാണ്, ഹിന്ദി മനസ്സിലാക്കിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ടോം മനസ്സമാധാനം ആ മനസ്സമാധാനം ഉണ്ടാക്കാൻ, കേരളത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കാൻ SFI ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രം മതി. കേരളത്തിലെ സ്ത്രീ പീഡനത്തിൽ 1ാം സ്ഥാനത്താ. നീതി ആയോഗിന്റെ എല്ലാ മാനദണ്ഡങ്ങളിലും കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ ഏട്ടന്റെ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ, സജീവേട്ടന്റെ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ 1ാം സ്ഥാനം കേരളത്തിന്. 2 പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സഹോദരൻ ചോദിച്ച ചോദ്യം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി. പത്രക്കാരെ പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് രാത്രി ആലോചിക്കട്ടെ, നാളെ പറയാം. നേരം വെളുത്തില്ല കോൺഗ്രസിന് ഇതുവരെ. ഇതുവരെ ഒരു നിലപാട് അതിനെ സംബന്ധിച്ച് പറഞ്ഞോ? ശരി. എല്ലാ നിലയിലേക്കും ഈ മാർച്ച് മാസത്തോടുകൂടി കേരളത്തിന്റെ തനത് വരുമാനം നമ്മുടെ ഖജനാവിലേക്ക് വരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. എന്തുകൊണ്ട് രാഷ്ട്രീയ ചോദ്യത്തിന് എന്തുകൊണ്ട് ഒരുമിച്ച് മത്സരിക്കുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ശത്രു BJP ആണ്. അതുകൊണ്ടാണ് രാജസ്ഥാനിലും നേരത്തെ ജനതാദളിന്റെ മുന്നണിയായ ബാഗേപട്ടിൽ നിന്ന് ഇവർ വന്നപ്പോൾ ഞങ്ങൾ ചിക്കബല്ലാപൂരൊക്കെ കൊടുത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ CPM മറ്റു സ്ഥലത്ത് ഇവിടെ എന്തുകൊണ്ട് മത്സരിക്കുന്നു? അതാണ് അവരുടെ ചോദ്യം. ഇവിടെ പ്ലീസ് സർ, ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ചോദ്യം. ഇദ്ദേഹം പറഞ്ഞു, രാഘവേട്ടൻ ലാപ്സ് ആക്കിയെന്ന്. ഞാൻ ഇദ്ദേഹത്തോടും ചോദിക്കുന്നു, ഒരു ചില്ലിക്കാശ് രാഘവേട്ടൻ ലാപ്സ് ആക്കിയെന്ന് തെളിയിച്ചാൽ രാഘവേട്ടന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിൻവലിക്കും. വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്.